Praise the Lord. Hallelujah. ഈ 30-31 വാക്യം ദൈവം നമ്മോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന് നമ്മോടുള്ള കരുതലും അവൻ മൂന്നാമത് നാം ദൈവസന്നിധിയിൽ വിശേഷതയുള്ളവരാണ് എന്നുകൂടിയാണ് ദൈവം തെളിയിക്കുന്നത്. ഇനി ആ വാക്യം ഒന്നുകൂടി കിട്ടിയ പോലെ എന്നിട്ട് ശാന്തമായി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് യേശു കർത്താവ് അവിടെ പറയുന്നത്? വായിച്ചേ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എന്തിരിക്കുന്നു? എണ്ണപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. ആകയാൽ ഭയപ്പെടേണ്ട. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും ദൈവസന്നിധിയിൽ ദൈവം നമ്പറിട്ട് അക്കമിട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടതുകൊണ്ട് അവൻ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നത് ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കരമുയർത്തി നല്ലൊരു ആമേൻ പറ. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, തമ്പുരാന്റെ മുഖത്ത് നോക്കി ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവിനെ ആരാധിക്കാൻ ആലയത്തിൽ മുട്ടുമുടക്കിയ ദൈവ പൈതലേ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് പ്രഭാതത്തിൽ ചെവി തുറന്ന് കേൾക്ക്. നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരും ദൈവത്തിന്റെ കാലഗതിക്കകത്ത് നിങ്ങൾ ഉൾപ്പെട്ടവരും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും നിങ്ങൾ പുറത്തുള്ളവരുമല്ല, ദൈവിക പ്ലാനിനകത്തുള്ളവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ ചിന്തയിൽ നിന്ന് നിങ്ങളെ പുറത്ത് തള്ളിക്കളയാൻ എന്റെ ദൈവത്തിനൊക്കുകയില്ല. എന്നിട്ടാണ് 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലുള്ളവർ വരെ ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് പറ്റുമെങ്കിൽ അവൻ വലതുകരം നെഞ്ചിലേക്ക് വെച്ചിട്ട് പറയണോ, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവനാണ്, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവളാണ്. അവൻ ആരൊക്കെ എന്നെ വെറുത്താലും ആർക്കെല്ലാം എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്നിൽ കഴിവുകൾ അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലോ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ മാത്രം കണ്ട് അതിനെ മാത്രം പൊക്കിപ്പിടിച്ച് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവിൽ നിങ്ങൾ പറ, എന്നെ സൃഷ്ടിച്ച എന്നെ നിർമ്മിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ വിശേഷതയുള്ളവനാണ്. ആമേൻ. ഈ ഒറ്റ ദൂത് മതി ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ ബലപ്പെടാനായിട്ട്. കർത്താവ് പറയുന്നു, ആകയാൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ആത്മഹത്യ ഉണ്ടാകുന്ന എവിടെയാണ്? മരിക്കാൻ തീരുമാനിക്കുന്ന എവിടെയാണ്? ഡിപ്രഷൻ ഉണ്ടാകുന്ന എവിടെയാണ്? നിരാശകൾ ആരംഭിക്കുന്ന എവിടെയാണ്? ഇവൻ വെറുതെ ഒന്നും ഇതുണ്ടാവത്തില്ല. നിരാശ ഉണ്ടാകുന്നതും ഡിപ്രഷൻ ആരംഭിക്കുന്നതും ഒരു പിടി കയറിലും ഒരു അല്പം വിഷത്തിലും ജീവിതം അവസാനിപ്പിക്കുന്നതിന്റെ കാരണം എവിടെയാണെന്നറിയാമോ? ഒന്ന്, അവരെ അംഗീകരിക്കാൻ ആരുമില്ല, അവർക്ക് കൊടുക്കേണ്ട മാന്യതകൾ കൊടുക്കാൻ ഈ ലോകത്ത് ആരുമില്ല. പലരും പറയുന്നത് ഞങ്ങളോട് അങ്ങനെയാണ്, പക്ഷേ എൻ്റെ കുടുംബത്തിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, അവൻ ദേശത്ത് എന്നെ ആരും പരിഗണിക്കുന്നില്ല, എല്ലാവരും താഴെക്കെട്ടിലേക്ക് എന്നെ തള്ളിവിടുന്നു, വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല, ജോലി സ്ഥലത്ത് എനിക്ക് സ്ഥാനമില്ല. എന്നാൽ അവരെ നോക്കി പരിശുദ്ധാത്മാവ് ആഴമായി പറയുന്നു, നീ ഒരു സ്ഥലത്ത് പരിഗണിക്കപ്പെട്ടില്ലെങ്കിലോ നിന്നെ പരിഗണിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഈ ആലയത്തിനകത്ത് ആഗതനായിട്ടുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നു, മറ്റാരേക്കാൾ, മറ്റെന്തിനേക്കാൾ, മറ്റ് ഏത് വസ്തുവിനേക്കാൾ കുഞ്ഞെ നീ എനിക്ക് വിശേഷതയുള്ളവനാണ്. അടുത്തിരിക്കുന്ന വ്യക്തി കൈ കൊടുക്കണ്ട, മുഖത്ത് നോക്കിയിട്ട് ആത്മനിറവിൽ നിങ്ങൾ പറ, നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. അവൻ പറഞ്ഞാട്ടെ, ആത്മനിറവിൽ പറ. ഈ ഒറ്റ വാക്ക് മതി ഇന്ന് പകൽ അവന് ഫലപ്പെട്ടിട്ട് പോകാൻ. അവൻ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തുള്ളവരാണ്? വിശേഷതയുള്ളവരാണ്. ഞാൻ ഇടയ്ക്ക് മാത്രം പറയാറുള്ളൊരു കാര്യമുണ്ട്, നാം ഭൂരിപക്ഷത്തിന് വില കൽപ്പിക്കും. അവൻ ഭൂരിഭാഗത്തിന് വില കൽപ്പിക്കുമ്പോൾ ദൈവം എപ്പോഴും ഒന്നിന് വില കൊടുക്കുന്നവനാണ്. ഒന്നിന് വില കൊടുക്കും അല്ലേ? കർത്താവ് ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. യേശു കർത്താവ് പറഞ്ഞ ഉപമ ഉണ്ടോ? ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി?
അതിൽ ഒന്ന് പറ കാണാതെ പോയി. ഒന്ന് കാണാതെ പോയി. ആ ഇടയൻ ഞാനായിരുന്നെങ്കിൽ, ആ ഇടയൻ ആമേൻ യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയുമായിരിക്കും, ഒന്നല്ലേ പോയുള്ളൂ, ബാക്കി 99 ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നല്ലേ പോയുള്ളൂ, ബാക്കി 99 ഉണ്ടല്ലോ. 100-നകത്ത് ഒന്നല്ല നഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ ആ ഒന്നില്ലേ, ഏതൊന്ന് നഷ്ടപ്പെട്ട ഒന്നില്ലേ, അവനിലെ 10 കുറ്റങ്ങൾ ഞാൻ പറയും. അല്ലെങ്കിലും അവൻ പോണം, അവൻ ഭയങ്കര എടുത്തുചാട്ടക്കാരനാ, അല്ലെങ്കിലും അവനൊരു ഗുണമില്ല, അവൻ അങ്ങനെയാ, അവൻ ഇങ്ങനെയാ, അവൻ. ഞാനൊരു ഇടയനായിരുന്നെങ്കിൽ യേശുവിന്റെ സ്ഥാനത്ത് ആ കാണാതെ പോയവനിൽ 10 കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയും, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്നിട്ട് ഇങ്ങനെ കണക്കൂട്ടിപ്പെട്ട് പോയി 10 കുറ്റം എനിക്ക് അവനിൽ ആരോപിക്കാനുണ്ട്. പക്ഷെ യേശു എന്ന ഇടയൻ അവന്റെ കുറ്റമല്ല കണ്ടത്, അവൻ കർത്താവിന് നഷ്ടമാണ് ഉണ്ടായത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞു, അയ്യോ അവനിൽ കുറ്റം, അവൻ എങ്ങനെയോ തെറ്റിപ്പോയി, അവന് കൂട്ടത്തിൽ നടക്കായിരുന്നില്ലേ, എന്തുകൊണ്ട് 99 നടന്ന പോലെ നടക്കാതെ അവൻ മാത്രം അങ്ങനെ പോയി? നമ്മൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അക്കമിട്ട് 99 പേരുടെ ക്വാളിറ്റി പറഞ്ഞ് തെറ്റിപ്പോയ ഒരുവനിലെ കുറവ് കണ്ടുപിടിച്ച് അവനുമായി ഒരു കമ്പാരിസൺ നമ്മൾ വേണമെങ്കിൽ നടത്തുമായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, എന്നാന്നറിയാമോ? ഇല്ല, അവൻ കുറവുള്ളവനായിരിക്കാം, അവന് ബലഹീനത ഉണ്ടായിരിക്കാം, എന്നാൽ അവനെ തേടി പിടിച്ചിട്ടല്ലാതെ ഞാൻ ഇനി കൂട്ടായ്മക്കകത്ത് വരത്തില്ല. ദൈവമൈതലേ, ആ ഒന്ന് നീയാണ് കേട്ടോ, ആ ഒന്ന് നീയാ. അവൻ ബലഹീനതകളുള്ള, പരാജയങ്ങളുള്ള, പ്രശ്നങ്ങളുള്ള വിഷയങ്ങൾ അഭിമുഖീകരിച്ച് ക്ഷീണിച്ചു പോയ, വഴിതെറ്റിപ്പോയ, അവൻ ഇടറിപ്പോയ ഒരു വ്യക്തി എന്ന നീ, അവൻ വീണു പോയാൽ, തകർന്നു പോയാൽ, കൂട്ടം വിട്ടു പോയാൽ, ദൈവം പറയും 99 എനിക്ക് വിശേഷതയാണ്, അതുപോലെ തന്നെ എനിക്ക് ഒന്നും വിശേഷതയേറിയതാണ്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ആ 99 എനിക്ക് വിശേഷതയേറിയതാണ്. ആ 99 പോലെ തന്നെ ആ തെറ്റിപ്പോയ ഒന്നും എനിക്ക് വിശേഷതയേറിയതാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വിശേഷത ഉള്ളവരാണ്. ഇനി സ്വയം കർത്താവിനെ നോക്കിക്കൊണ്ട് പറ, കൈവച്ച് പറ, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. യേശു പറഞ്ഞ ഒന്നാമത്തെ ഉപമ, 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. ഒരു പദമുണ്ട് അവിടെ, വായിക്കുന്ന ഒരു വാക്കുണ്ട്, എങ്ങനെയാണെന്നറിയോ? കണ്ട് കിട്ടും വരെ. അതിന്റെ ഒരു വാക്യം ഒന്ന് കേട്ടു വായിച്ച വാക്യം. അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്ന് ഇരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ, അതിലൊന്ന് എന്ത് ചെയ്തു? കാണാതെ പോയാൽ സംഭവിക്കാം. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ, സംഭവിക്കാം, തെറ്റിപ്പോകാം, കൂട്ടം വിട്ടുമാറാം, അവസ്ഥകൾ വരാം, സാഹചര്യങ്ങൾ വരാം, തെറ്റിപ്പോകാം. 99 അവൻ വളരെ ക്ലിയറാണ്. എന്നാൽ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രമാണം എന്നാർക്കും അറിയാൻ കഴിയില്ല. തെറ്റ് സംഭവിക്കാം, തെറ്റിപ്പോകാം, കൂട്ടം വിട്ടുമാറാം. പക്ഷേ നീ വിശേഷതയുള്ളവനായതുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ബിജു പാസ്റ്റർ നോ എന്ന് പറഞ്ഞാലും നിനക്ക് ജീവൻ തന്ന ദൈവം പറയും, ഇല്ല, എനിക്ക് അവൻ വിലയേറിയവനാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിന്നെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചർ പറയുമായിരിക്കും, എനിക്ക് ഇല്ല, ഈ ക്ലാസ്സിൽ അവൻ പരാജയമാ, ഈ സ്കൂളിന്റെ അവൻ പരാജയം എന്ന് പറയുന്നത് അവനാണ്, അവൻ പോട്ടെ. പക്ഷേ നിനക്ക് ജീവൻ തന്ന ദൈവം പറയും, കുഞ്ഞെ, നിനക്കവൻ പരാജയമാ, പക്ഷെ എനിക്കവൻ വിജയമാ. സ്തോത്രം.
ഇന്ന് ആരോടാന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നീ പരാജയപ്പെട്ടെടുത്ത് ദൈവം നിന്നെ വിജയമാക്കി മാറ്റും. നീ എവിടെ പരാജയപ്പെട്ടോ, ഏത് സ്ഥാനത്ത് പരാജയപ്പെട്ടോ, എവിടെയാണോ നീ പരാജയം ഏറ്റുവാങ്ങിയതോ, എവിടെയാണോ നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് തല കുനിച്ച് മാറിയത്, ആ തല കുനിച്ചെടുത്ത് നിന്റെ തല ഉയർത്താൻ ദൈവം നിനക്ക് ഒരു വിജയം നൽകി തരും. Thank you, Jesus. Amen. ദൈവമക്കൾ പരാജയപ്പെടില്ല. ഞാൻ ഈ പറയുന്നതോട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആമൻ ഇളകി ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ആമൻ നിങ്ങൾ പറയണം, ദൈവമക്കൾ പരാജയപ്പെടില്ല, ദൈവമക്കൾ പരാജയപ്പെടില്ല. നീതിമാൻ വീഴും, പക്ഷെ നിലം പറിച്ചാകില്ല. നീതിമാന് അവൻ പരാജയം വരാ, ഫലം നിലം പറിച്ചാകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, അവൻ എനിക്ക് വിശേഷതയുള്ളവനാണ്, അവൻ എനിക്ക് വിശേഷതയുള്ളവനാണ്. Hallelujah. Hallelujah. Praise the Lord. കർത്താവിന് സ്തോത്രം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാറില്ലേ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സയന്റിസ്റ്റായി മാറിയ ആ മനുഷ്യന്റെ സ്കൂളിലെ ടീച്ചർ, അവൻ കുഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ മാഷ് ഒരു ലെറ്റർ കൊടുത്തു വിട്ടു കൊച്ചിൻ്റെ കയ്യിൽ. അവൻ കൊണ്ടുവന്ന അമ്മ അത് പൊട്ടിച്ചു വായിച്ചിട്ട് അമ്മയുടെ ഹൃദയം ഞെട്ടി. എന്നാന്നറിയാമോ? ഇത്രയും ഒരു മണ്ടൻ ചെറുക്കനെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആരായിരുന്നു? തോമസ് ആൽവ എഡിസൺ അല്ലേ? ഇങ്ങനൊരു മണ്ടനെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ സ്കൂളിന് പറ്റില്ല. നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയാണ്, നിങ്ങളുടെ മകന് ഒരു ഓർമ്മയില്ല. ഇവൻ ഞങ്ങളുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇവനെ പോലെ ഒരു മണ്ടൻ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. അമ്മ ഈ ലെറ്റർ വായിച്ചു, അമ്മയുടെ മുഖത്തോട്ട് നോക്കി. ഈ മണ്ടൻ ചെറുക്കൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നിന്റെ സ്കൂളിലെ മാഷ് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. മോൻ്റെ കഴിവും മോൻ്റെ ആ ബുദ്ധിയും വെച്ചുകൊണ്ട് അവൻ ആ സ്കൂളിൽ പഠിക്കാൻ ഒക്കത്തില്ല. മോൻ്റെ നോളേജിനനുസരിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്കൂളല്ല. അതുകൊണ്ട് മോനെ ഇതിനേക്കാൾ നല്ല സ്കൂളിലാക്കാൻ മാഷ് ലെറ്റർ തന്നിരിക്കുക. കൊച്ചിന് സന്തോഷമായി. അമ്മ മുറി അടച്ചു, വാതിൽ പൂട്ടി, ഒരു കാർപ്പറ്റ് എടുത്തിട്ടു, മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ദൈവമേ, എന്റെ കുഞ്ഞു മന്ദബുദ്ധിയാ, എന്റെ മോന് കഴിവില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കുഞ്ഞ് ദൈവ സന്നിധി വിശേഷതയുള്ളവനാ. അവൻ വിശേഷതയുള്ളവനാ. ആരോടോ ദൈവം പറയുന്നു, നിന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച നിന്റെ ടീച്ചേഴ്സ് പോലെ നീ വിശേഷതയുള്ളവൻ അല്ലെന്ന് മുദ്ര കുത്തിയാൽ നിനക്ക് ജീവൻ തന്നോ, ആയുസ് തന്നോ, ആരോഗ്യം തന്നോ, നല്ല കുടുംബം തന്നോ, നല്ല പിതാവിനെ തന്നോ, നല്ല മാതാവിനെ തന്നോ, ദൈവം നിന്നോട് പറയുന്നു, ഇല്ല കുഞ്ഞ്, നീ എനിക്ക് വിശേഷതയുള്ളവനാണ്. അവന്റെ ചരിത്രം മാറിയില്ലേ? ഞാന് തൻ്റെ ആ അനുഭവത്തിൻ്റെ ബുക്കൊക്കെ വായിച്ചപ്പോൾ അറിയാതിരുന്ന് കണ്ണു നനഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ അമ്മ മരിച്ചു. തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം തൻ്റെ അമ്മ കിടന്ന റൂമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഴയൊരു പെട്ടി കിട്ടി അമ്മയുടെ. ആ പഴയ പെട്ടി തുറന്നപ്പോൾ ഒത്തിരി ലെറ്റർ അതിനകത്ത് കിടക്കുന്നു. അതിനകത്തുനിന്ന് ലെറ്റർ എടുത്ത് വായിച്ചപ്പോൾ അന്ന് ഹെഡ് മാസ്റ്റർ എഴുതി കൊടുത്ത ലെറ്റർ അതിനകത്ത് കിടക്കുന്നത്. തോമസ് വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഈ മകനൊരു മന്ദബുദ്ധിയാണ്, നിങ്ങളുടെ ഈ മകനൊരു കഴിവില്ല, അവന് പഠിക്കാൻ ജ്ഞാനമില്ല, അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊക്കില്ല. ആ പേപ്പറിന്റെ താഴെ ഒരു ഭാഗം കണ്ടു തഞ്ഞുട്ടി ആ അമ്മ എഴുതിയതാ: എൻ്റെ മകൻ ദൈവത്തിൻ്റെ മുമ്പിൽ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ആരാ പറഞ്ഞ നിങ്ങൾക്ക് കഴിവില്ലെന്ന്? ആരാ പറഞ്ഞ നിങ്ങൾക്ക് വിശേഷതയില്ലെന്ന്?
സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്ന് നിന്നെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുന്നു, നീ ദൈവസന്നിധിയിൽ വിശേഷതയുള്ളവനാണോ, ദൈവസന്നിധിയിൽ കഴിവുള്ളവനാണോ, ദൈവസന്നിധിയിൽ ദൈവകൃപയുള്ളവനാണോ? വിശ്വസിക്കുന്ന ദൈവജന കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. 2500 വർഷം പഴക്കമുള്ള ഒരു വീട് പൊളിച്ചപ്പോൾ ആ വീട് പൊളിച്ചതിന്റെ ഭൂമിക്കടിയിൽ നിന്നും ഒരു കൊച്ചു കുടം കിട്ടി. കുടം, അതിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ, ഗോൾഡ് ആയിരുന്നു, മുഴുവൻ സ്വർണം നിറഞ്ഞിരുന്നു. 2500 വർഷം പഴക്കമുണ്ട്. ആ സ്വർണം കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പഴയ സ്വർണത്തിന്റെ വിലക്കല്ല ആ സ്വർണം എടുത്തത്. അപ്പോൾ കമ്പോളത്തിൽ എന്ത് വിലയുണ്ടോ ആ വിലയിട്ടാണ് സ്വർണം എടുത്തത്. മനസ്സിലായില്ലല്ലേ? സ്വർണം എത്ര മണ്ണിനടിയിൽ എത്ര വർഷം കിടന്നാലും അതിന് വില മാറില്ല. ദൈവം കണ്ടവൻ എത്ര മണ്ണ് മൂടി കിടന്നാലും അതിന് വില കുറയില്ല, അതിന് വില കുറഞ്ഞു പോകത്തില്ല. ഈ പകൽ വിശ്വസിക്ക, ദൈവം തെരഞ്ഞെടുത്തവൻ, ദൈവം കണ്ടവൻ, ദൈവത്തെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവൻ, ദൈവം വിളിച്ചു വേർതിരിച്ചവൻ, ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് കണ്ട ഒരു ദൈവ പൈതൽ എത്ര കാലം കഴിഞ്ഞാലും, എത്ര നാളുകൾ കഴിഞ്ഞാലും, ലോകം മുഴുവൻ അവന് മണ്ണിട്ട് മൂടിയാലും, ലോകം മുഴുവൻ അവന് ചാരമിട്ട് മൂടിയാലും, ദൈവം നിന്നോട് പറയുന്നു, നിനക്ക് വില കുറയില്ല, നിനക്ക് വില കൂടി വരും. ആ ഭാഗം അത്രയും മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ദൈവ സന്നിധിയിൽ എന്തുള്ളവരാണ്? അടുത്ത വാക്യം കർത്താവ് റോബിൻസ് ഒന്ന് വായിച്ചേ. ആകയാൽ ഭയപ്പെടേണ്ട. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. ഒരു ചിന്ത മുൻപിൽ വെക്കുന്നു. നിങ്ങൾ വിശേഷതയുള്ളവരായതുകൊണ്ട് എന്ത് ചെയ്യണ്ട? എല്ലാരും പറ. നമുക്ക് ഈ ഭയം വരുന്ന എന്താണെന്നറിയാമോ? നമ്മൾ ഒന്നുമല്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അടുത്ത വാക്യമാണ് നമ്മുടെ ചിന്താ വിഷയം. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നിങ്ങൾ വിശേഷതയുള്ള. അടുത്ത വാക്യം, മനുഷ്യരുടെ മുമ്പിൽ ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ 2 കാശിന് 2 വെള്ളിക്കാശിന് എത്ര? 2 കുരികിൽ. കാശിന് എത്രയാണ്? 2 കുരികിൽ. കാശിന് 2 കുരികിൽ. ഞാൻ ഇന്ന് രാവിലെയാണ് നോക്കുന്നത്. അന്നത്തെ മൂല്യം വെച്ചുകൊണ്ട് യേശു പഠിപ്പിക്കുന്ന സമയത്ത് ഈ തിരുവചന അടിസ്ഥാനത്തിൽ ഇന്നത്തെ അനുസരിച്ച് എത്ര രൂപയാകും എന്ന് ചുമ്മാ ഇന്ന് രാവിലെ ഒന്ന് നോക്കിയതാ. 65 പൈസ. അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ കണക്കും അന്നത്തെ ആ മൂല്യം വെച്ചുകൊണ്ട് ഇന്ന് യേശു പറഞ്ഞ ആ കാശിൻ്റെ ഇന്നത്തെ കാശിൻ്റെ വില 65 പൈസ. 65 പൈസക്ക് കിട്ടുന്ന 2 കുരികിൽ 1 നിലത്ത് വീഴുന്നെങ്കിൽ അല്ലേ? എന്ത്? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ. എല്ലാരും പറ. അതിലൊന്നുപോലും. എല്ലാരും പറഞ്ഞേ. അവയിലൊന്നുപോലും. ആര് അറിയാതെ? പിതാവ് സമ്മതിക്കാതെ. അപ്പോ കർത്താവിന്റെ ഹിതത്തിനകത്തുള്ള, കർത്താവിൽ വിശേഷതയുള്ള ഒരു ദൈവ പൈതൽ നിലത്തു വീഴണമെങ്കിൽ സ്വർഗീയ പിതാവ് അറിയാതെ നടക്കില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ആ പദ്ധതിക്കകത്തുള്ള, ആ പ്ലാനിനകത്തുള്ള, ആ ദൈവത്തിന്റെ വിശേഷതയുടെ അകത്തുള്ള ഒരു കുരികിൽ നിലത്ത് വീഴണമെങ്കിൽ സ്വർഗീയ പിതാവ് പറ. ആ പദം എല്ലാം പറഞ്ഞേ. സ്വർഗീയ പിതാവ് സമ്മതിക്കണം. പറ. സാധാരണ ഒരു ചായക്കടയുടെ വാതിക്കുന്ന ഒരുത്തൻ ഒരു ചായ മേടിച്ച് കുടിച്ചു. ഒരു കൊച്ചു പയ്യൻ ചായ മേടിച്ച് കുടിച്ചു. ഇവൻ ഈ പബ്ലിക് കടയിൽ നിന്നും ചായ മേടിച്ച് കുടിക്കുന്ന കണ്ടിട്ട് തൻ്റെ പിതാവ് കോടീശ്വരനാ. ഈ കോടീശ്വരൻ വന്നിട്ട് അവനെ ആ ചായക്കടയിൽ നിന്ന് വലിച്ചിറക്കി 2 അടിയൊക്കെ കൊടുത്തിട്ട് അവൻ വീട്ടിനകത്ത് ബോൺബീറ്റ് ഹോർലിക്സും എല്ലാം ഇരിക്കുമ്പോൾ ഈ മാടക്കട വന്നാണ് അവിടെ ചായ കുടിക്കണമെന്നും കൊണ്ട് അവനെ അവിടെ നടിച്ച് ആ തെരുവിലൂടെ വലിച്ചു വീട്ടിൽ കൊണ്ടുപോയി.
സ്കൂളിൽ ചെന്ന് പഠിക്കാനിരുന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എടാ അവിടുത്തെ ആ ചേട്ടൻ്റെ കടയിലെ ചായ ഭയങ്കര ടേസ്റ്റാ. ഈ ടേസ്റ്റിൻ്റെ കഥ കേട്ട് കൊച്ചു വീട്ടിൽ നിന്നൊരു ചായ കുടിക്കാൻ വന്നതാ. വലിച്ചിഴച്ച് വീട്ടിൽ കൊണ്ടുപോയി അടിച്ചു. എന്നിട്ട് പറഞ്ഞ് ഹോർലിക്സ് കലക്കി കൊടുക്കാൻ പറഞ്ഞു, ബോൺബീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ ഇത്രയും സാധനം ഉണ്ടായിട്ട് അവൻ പോയിരിക്കുക ആ മാടക്കടയിൽ ചായ കുടിക്കാൻ. ഒത്തിരി നാൾ പോയില്ല കേട്ടോ, ഒത്തിരി നാൾ പോയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അറ്റാക്കിൽ ലോകത്ത് നാം മനുഷ്യൻ മാറ്റപ്പെട്ടു. ബിസിനസ്സുകൾ തകരാൻ തുടങ്ങി, ജീവിതം പാളം തെറ്റാൻ തുടങ്ങി, തകർന്ന് തരിപ്പണമായി. ഉണ്ടായ സ്ഥലവും വീടും സകലവും വിറ്റു. അവസാന കടക്കണിയിലായി. പഠിപ്പിച്ച സ്കൂളിൽ ഫീസ് അടക്കാൻ കഴിയാതെ, കുഞ്ഞിന് പഠിക്കാൻ കഴിയാതെയായി. അവസാനം ഫീസ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഏറ്റവും താഴ്ന്ന സ്കൂളിലേക്ക് ആ കുഞ്ഞിന്റെ പഠനം മാറ്റി. ഒടുവിൽ നിങ്ങൾക്കറിയണോ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഏത് കടയിൽ നിന്നോ അവനെ തിരിച്ചു വിളിച്ചോണ്ട് പോയോ അതേ കടയിൽ വന്ന് ഒരു ചായയ്ക്ക് വേണ്ടി അവൻ ആ മനുഷ്യനോട് കരഞ്ഞ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ അങ്ങനെ ഒരു പിതാവിനെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഒരറ്റാക്ക് കൊണ്ട് തീരുന്ന, ഒരു നിലവിളി കൊണ്ട് മാറിപ്പോകുന്ന ഒരപ്പനെയല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവജനോ എത്ര പേർ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ചിട്ട് പറയും, എന്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഹല്ലേലൂയ. പുരാതന സമ്പത്ത് അവന്റെ പക്കലുണ്ട്. അങ്ങനെ ഒരു പിതാവിനെയാ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നൽപ്പം എന്തെങ്കിലും ഉണ്ട്, നാളെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു പിതാവിനെ സേവിക്കാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. അതിപുരാതന സമ്പത്തും എന്നേക്കും നിലനിൽക്കുന്ന അനന്യനായ, മാറ്റമില്ലാത്ത, മാറിപ്പോകാത്ത ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇല്ല, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. 2, അത് നിലത്ത് വീഴണമെങ്കിൽ പിതാവ് സമ്മതിക്കണം. എന്റെ കുടുംബം തകരണമെങ്കിൽ ആര് സമ്മതിക്കണം? എന്റെ കുഞ്ഞുങ്ങൾ തകരണമെങ്കിൽ ആര് സമ്മതിക്കണം? നടന്നു പോകുമ്പോൾ, ചവിട്ടി നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഒരാള് അവൻ ഇതിന്റെ വാതിക്കൽ നിന്ന്, ഈ ആലയത്തിന്റെ പഴയ ചർച്ചിന്റെ വാതിക്കൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യൻ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കാലിനടിയിലെ മണ്ണ് മതിയടാ എനിക്ക് നിന്നെ നശിപ്പിക്കാൻ. കേട്ടോ, നീ കാലി വെട്ടിപ്പോകുന്ന കാലിനടിയിൽ മണ്ണില്ലേ, ആ അല്പം മണ്ണ് മതി നിന്നെ നശിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെല്ലുവിളിച്ചവന്റെ മുമ്പിലേക്ക് നോക്കി ഒരൊറ്റ ദൂത് പറഞ്ഞു, എടാ എന്റെ കാലിനടിയിലെ മണ്ണ് നിനക്ക് കിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, എന്റെ സ്വർഗത്തിലെ ദൈവം അവന്റെ ഉള്ളങ്കരത്തിലാ വരച്ചിരിക്കുന്നേ. ദൂത് മനസ്സിലായോ? നിന്നെ നശിപ്പിക്കാൻ, നിന്റെ തലമുറയെ നശിപ്പിക്കാൻ, നിന്റെ ഭാവിയെ ഇല്ലാതാക്കാൻ, നിന്റെ വസ്തുവിനെ ഇല്ലാതാക്കാൻ, നിന്റെ നന്മകൾ മുടിച്ചു കളയാൻ ശത്രു എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, നീ മണ്ണിൽ ചവിട്ടിയല്ല നടക്കുന്നത്, സ്വർഗീയ പിതാവ് നിന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ഈ വചനമൊക്കെ നിങ്ങളുടെ അകത്തോട്ടൊന്ന് കേറട്ടെ. അവൻ സമ്മതിക്കില്ല ദൈവം. ഞാൻ ഉടയാൻ, നിങ്ങൾ ഉടയാൻ, അവൻ നമ്മുടെ തലമുറ ഉടയാൻ എന്റെ ദൈവം സമ്മതിക്കില്ല. ദൈവം സമ്മതിക്കില്ല. നിങ്ങൾ വിശേഷതയുള്ളവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദത്തം തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള 3-4 വാഗ്ദത്ത വചനം ഞാൻ നിങ്ങൾക്ക് തരാം. അവൻ ഒന്നെടുത്തേ 90 അവൻ സ്തോത്രം 1-ാം സങ്കീർത്തനം അല്ലേ, ഒന്നെടുത്ത് ഞാൻ ഒന്നെടുത്തോട്ടെ ആ വാക്യം. 91-ാം സങ്കീർത്തനം 15-16 കഴിഞ്ഞ വർഷങ്ങളായിട്ട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വാക്യമാണ്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. വിശേഷതയുള്ള ഒരു ദൈവ പൈതൽ അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് എന്ത് ചെയ്യും? ഉത്തരമരുളും. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളും ഭാരങ്ങളും ഒക്കെ ദൈവത്തോട് പറയുമ്പോൾ ഒരു സ്വർഗത്തിലെ ദൂതന് വന്നിട്ടും കർത്താവിന്റെ ചെവി പൊത്താൻ ഒക്കില്ല. ഒരാമേൻ പറ. നിങ്ങൾ നിങ്ങളുടെ വിഷയം ദൈവസേനി ബോധിപ്പിക്കുമ്പോൾ ഗബ്രിയേലും മാലാഖയും അവനൊക്കെ വന്നിട്ട് ചെവി പിടിച്ചിട്ട് ഇത് കേൾക്കണ്ട കേട്ടോ, ഇവന്റെ പ്രാർത്ഥന കേൾക്കണ്ട, ഇവളുടെ പ്രാർത്ഥന കേൾക്കണ്ട, ഇവൻ ശരിയല്ല എന്നൊന്നും പറയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. വിശ്വാസമുണ്ടോ? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഈ പകൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഉത്തരമരുളും.
ദൈവം ഉത്തരമരുളും. ദൈവം ഉത്തരമരുളും. ദൈവം ഉത്തരമരുളും. വിശ്വസിക്കുന്നവരാമേൻ പറ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഉത്തരം തരും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം ഉത്തരം തരും. എന്നാൽ അവൻ ഒരു സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകേണ്ട, പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 3 സാഹചര്യങ്ങളുണ്ട്. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞതാണ്, പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഞാനും അറിയേണ്ട 3 കാര്യങ്ങൾ. 1, പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നുള്ള മറുപടിയാണ്. 2, താമസിച്ചുള്ള മറുപടിയാണ്. 3, ചില വിഷയത്തിന് മറുപടിയില്ല. പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇത് 3ഉം കണ്ടേക്കണം. പ്രാർത്ഥിച്ചാമൻ പറയുന്നതിന് മുമ്പേ ചിലതിന് വിടുതലുണ്ടോ, എന്നാൽ ചില വിഷയങ്ങൾ പ്രാർത്ഥന വൈകിയ മറുപടി കിട്ടൂ. അതുകൊണ്ട് ഭാരപ്പെടരുതോ. എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചിട്ടോ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവൻ താമസിച്ചുള്ള മറുപടി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ മറുപടിയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ വിഷയം ദൈവം എന്തുകൊണ്ട് പ്രാർത്ഥന വിഷയം താമസിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനോഭാവത്തെ അതുമായിട്ട് കൂട്ടിച്ചേർക്കാൻ നിങ്ങളെ കൂടി ആ പരുവത്തിലേക്ക് ദൈവത്തിന് ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം താമസിപ്പിക്കുന്നത്. മനസ്സിലായില്ലല്ലേ? എന്തിനാ ദൈവം താമസിപ്പിക്കുന്നത് അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതുമായ ആ വിഷയം നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ, അതിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത കൂടി അതിനകത്ത് ദൈവം നിങ്ങളിൽ ഉണ്ടാക്കാനാണോ ദൈവം അത് താമസിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സ്വതന്ത്രം കർത്താവിന്റെ നല്ലൊരു ആമേൻ പറ. താമസിക്കുന്നതുകൊണ്ട് നല്ലതാന്നേ. മറുപടി താമസിച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു അല്ലെങ്കിലും എന്ന് പറഞ്ഞു. എത്ര മറുപടി താമസിച്ചാലും നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് സഹോദരം. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു ദൈവദാസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പാസ്റ്റർമാരുടെ ഭാര്യമാർക്കെല്ലാം പരാതിയായിരുന്നു. എന്ത്? അവർക്ക് ദൈവദാസന്മാരെ വീട്ടിൽ കിട്ടുന്നില്ല. വരുന്നു, മീറ്റിങ്ങിന് പോകുന്നു, പിന്നെയും വരുന്നു, പിന്നെയും തിരക്കായിരുന്നു. പക്ഷേ ഒരു 1.5 വർഷം 2 വർഷമായിട്ട് ഫുള്ള് വീട്ടിൽ തന്നെയാണ്. ലോഡ്സൺ ആ കോവിഡൊക്കെ തുടങ്ങി 2-3 മാസം വീട്ടിൽ ഇരുന്നപ്പോൾ ഇപ്പോൾ പാട്ട് പാടുന്ന കൊച്ചു വന്നിട്ട് ചോദിച്ചെന്നാ പറയുന്നത്, മീറ്റിങ്ങിനൊന്നും പോകുന്നില്ലെന്ന്. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണല്ലോ, പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് കൊച്ചു ചോദിച്ചു. ലോഡ്സൺ എന്നോട് പറഞ്ഞു, എൻ്റെ അകത്തൂടി ഭയങ്കര ഒരു വിഷമമായിപ്പോയി. മറ്റത് ഞാൻ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. ഇപ്പം 3-4 മാസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. കൊച്ചു വന്നിട്ട് ഇരിക്കുക, അപ്പാ മീറ്റിംഗ് ഒന്നും ഇല്ലേ, പ്രാർത്ഥനയൊന്നും ഇല്ലേ, എന്നാ ചുമ്മാ കുത്തിയിരിക്കുന്നു അല്ലേ? ശരി കാര്യമുണ്ട്. ആ ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ കുറെ വഴക്ക് മാറി, കുറെ പ്രശ്നം മാറി. ആമേൻ. രാത്രിയും വൈകിട്ടും മാത്രം ഭാര്യയുടെ മുഖം കാണുന്നു, ഭർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും വിഷയങ്ങൾ ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരം കിട്ടിയില്ലേ? ആമേൻ. ഞാൻ പറയുന്നു നല്ലതായി. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ അടുത്ത മാസം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പരിപാടി നിർത്തിയ മതിയാ എന്ന് പറഞ്ഞെടുത്ത് കോവിഡ് കഴിഞ്ഞ് ശാന്തമായി കഴിയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഇനി ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. കാരണം മനസ്സിലായി, അവർക്ക് ഒരുമിച്ചിരിക്കാൻ സമയമില്ലായിരുന്നു, ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കാൻ സമയമില്ലായിരുന്നു, ഒരുമിച്ച് ആശയങ്ങൾ കൈമാറാൻ സമയമില്ലായിരുന്നു. കോവിഡിൻ്റെ കാലങ്ങൾ ദൈവം ചിലതൊക്കെ പഠിപ്പിച്ചു. ഒരുമിച്ചിരിക്കാൻ പഠിപ്പിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പഠിപ്പിച്ചു. നല്ലൊരു അല്ലലിയോ എന്ന് പറഞ്ഞേ. അടുക്കളയിൽ കയറാത്ത പലരും അടുക്കളയിൽ കയറാൻ തുടങ്ങി. പാചകം പഠിക്കാത്തവർ പാചകം പഠിക്കാൻ തുടങ്ങി, ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. എന്തൊരു സന്തോഷമായിരുന്നു. നല്ലൊരു അല്ലലി എന്ന് പറഞ്ഞേ. എല്ലാം കൊണ്ടും സന്തോഷമായിരുന്നു അല്ലേ? ആമേൻ. പാസ്റ്ററായ ഞാൻ പോലും പൊറോട്ട അടിച്ചു. അതിൽ എന്നെ പറയാനോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലെസ്റ്റർ ലെസ്സിലേക്ക് ചോദിക്കാൻ തുടങ്ങി, ആമേ പപ്പ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ 10 പൊറോട്ടെങ്കിലും അടി. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കാണിത് അടിക്കാനും അറിയില്ല. പിറ്റേ ദിവസം യൂട്യൂബിൽ കയറി പൊറോട്ട അടിക്കാൻ അടിച്ചു, പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. ചൂട് അടപ്പത്ത് ഇടുന്നത് വരെ ഇത്തിരി സോഫ്റ്റ് ഉണ്ടാകും, പക്ഷേ മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ വിറക് കൊള്ളി പോലെ ആയിപ്പോയി. ആമേ. അന്ന് എനിക്ക് മനസ്സിലായി, ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടി അല്ല. എല്ലാം കൊണ്ടൊരു മാറ്റം വന്നു. താമസിച്ചപ്പോഴേ കുറേ കാര്യം ക്രമീകരിക്കപ്പെട്ടു. ഒരു അല്ലലിയോ പറ. മറുപടി താമസിക്കുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ചില കാര്യം ദൈവത്തിന് ക്രമീകരിക്കാനുണ്ട്.
ദൈവത്തിന് ചില കാര്യം ഒതുക്കിയെടുക്കാനുണ്ട്. ദൈവത്തിന് ചില കാര്യം ഒന്ന് പണിയാനുണ്ട്. കാരണം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ പെട്ടെന്ന് കിട്ടുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. പെട്ടെന്ന് കിട്ടുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ ആദ്യം സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നില്ല ഒന്നുകൂടി സ്നാനപ്പെട്ട കൊള്ളാന്ന്? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ശരിക്കും പൊക്കിക്കോയി. എനിക്ക് തോന്നുന്നുണ്ട് ഒന്നുകൂടി സ്നാനപ്പെട്ട. കാരണം ഞാൻ സ്നാനപ്പെട്ട് രാത്രി 12 മണിക്കാണ്. അതും വെള്ളമില്ലാത്തടത്ത് കൊണ്ട് ഞാൻ മുക്കിയത്. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ മുഖവും കണ്ടില്ല, എൻ്റെ മുഖം പുള്ളിയും കണ്ടില്ല. ആമേൻ. അപ്പൊ ഇപ്പൊ ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ എനിക്കൊരാഗ്രഹം, ദൈവമേ ഈ വെളിച്ചത്ത് നിന്ന് എന്നെ ഒന്ന് സ്നാനപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അതുകൊണ്ട് പഠിച്ചു വന്നപ്പോൾ ആ കാര്യം മനസ്സിലായത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന് നിങ്ങളെ ചിലതൊന്ന് പഠിപ്പിച്ചെടുക്കാനാണ്. കാരണം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ വേഗത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഏത് പ്രാർത്ഥനയാണ്? എന്താ പക്ഷേ പെട്ടെന്ന് മറുപടി കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം. അതിനോട് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി കിട്ടണമെന്നുള്ള. ബിജുവേ, നമ്മൾ രക്ഷപ്പെട്ടു. ഇവർക്കാർക്ക് പെട്ടെന്ന് ഒരു മറുപടിയും വേണ്ട. ഇന്നിപ്പോൾ ആരെങ്കിലും രോഗമായിട്ട് വന്നാലും പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, കർത്താവേ 1 വർഷങ്ങൾക്ക് ശേഷം ഈ രോഗം സൗഖ്യമാകട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മുമ്പിൽ വരുന്നവർക്കെല്ലാം പാഷ ഇപ്പം വേദന മാറണം, ഇപ്പം സൗഖ്യമാകണം. പക്ഷെ നിങ്ങളെല്ലാം പറയുന്നു ഇപ്പോഴൊന്നും മാറണം, താമസിച്ച് കിട്ടിയാൽ മതി. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ താമസിച്ച് കിട്ടുന്ന വിഷയത്തിലും പെട്ടെന്ന് കിട്ടുന്നതിൽ ഒരു അപാകതയുണ്ട്. എന്താണെന്നറിയോ? ഈ ലെസ്റ്ററും ലെസിലിയും ഒക്കെ ഈ കുഞ്ഞായിരുന്നപ്പോൾ 3.5 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഈ ലച്ചു ഇങ്ങനെ ചേട്ടനായിട്ട് മറ്റേ പുള്ളി ഇങ്ങനെ അനുജരായിട്ട് നടക്കുക. 1.5 വയസ്സ് താഴെ ഉള്ള ആൾക്കുണ്ട്. അപ്പം ഞാൻ മേശപ്പുറത്തിരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് ആ പേന തരണം. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കും. കൊടുത്തില്ല. പിന്നെയും ചോദിച്ചു, പപ്പ എനിക്ക് പേന തരണം. ഞാൻ മിണ്ടായിരിക്കടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മറ്റേ പുള്ളി വന്നു, ഇളയാള്. ഇവൻ വന്ന് ആ കസേര ചാടിക്കേറി പേനെ പിടിച്ചത് ഞാൻ പറഞ്ഞു, എന്നാ കൊണ്ടുപോക്കോ. അപ്പം ലെസ്റ്റർ എന്നോട് ചോദിച്ചു, അല്ലേലും പപ്പക്ക് എന്നോട് അങ്ങനെയാ, എന്നോട് എന്തില്ല? ഇഷ്ടം ഇല്ല. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടെന്നല്ല, അവനെപ്പോലെ ഇൻ്റർനാഷണൽ വളക്കാഴി ഈ ലോകത്തില്ലേ. അവൻ പ്രശ്നക്കാരൻ. അവനിപ്പോൾ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേന വലിച്ച് താഴെ ഇടും, എൻ്റെ ഐപാഡ് പൊട്ടിച്ച് കളയും, എൻ്റെ മൊബൈൽ ഫോൺ താഴെ ഇട്ട് കളയും. അവനെപ്പോലൊരു വഴക്കാളി ലോകത്തില്ല. മോൻ അങ്ങനെയല്ലല്ലോ, മോൻ വളരെ ശാന്തനല്ലേ, മോൻ അല്പം താമസിച്ചാലും മോൻ അറിയാമല്ലോ. അപ്പം മനസ്സിലായോ പെട്ടെന്ന് ആർക്കാ മറുപടി കിട്ടിയതെന്ന്? കർത്താവിന് പോലും സംശയമാ. ഇപ്പം മറുപടി കൊടുത്തില്ലെങ്കിൽ ഈ പുള്ളി എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളയും. വീട്ടിലുള്ളവരോടും വഴക്കുണ്ടാക്കും, നാട്ടുകാരോടും വഴക്കുണ്ടാക്കും, കർത്താവിനോടും വഴക്കിടും. അവസാനം ആരാധനക്ക് പോലും കാണത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നു, ഇന്നാ പിടിച്ചോ. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ആമേൻ പറയണം കേട്ടോ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ലഭിക്കാതിരിക്കുമ്പോൾ സ്നേഹമില്ലെന്ന് ഓർക്കരുത്. ആഴമായ വിശ്വാസമാണ് കർത്താവിന് നിന്നെ താമസിച്ചാലും വിട്ടുപോകത്തില്ലെന്നും വൈകിപ്പോയാലും മറുപടി താമസിച്ചാലും ഒരിക്കലും ക്ഷീണിക്കത്തില്ലെന്നും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റം വരത്തില്ലെന്നും ഹൃദയത്തിനകത്ത് ഒരു ക്ഷീണം സംഭവിച്ച് നിങ്ങൾ ദൈവത്തെ തള്ളി പറയത്തില്ലെന്നും ദൈവത്തിന് നിങ്ങളെ ആഴമായ വിശ്വാസമുള്ളത് കൊണ്ട് ദൈവം അല്പം വൈകിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ധൈര്യമായിരിക്കും. ഞാൻ ഈ വാക്യം ചിന്തിക്കുമ്പോൾ എൻ്റെ അകത്ത് വരുന്നൊരു കാര്യമുണ്ട്. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എൻ്റെ അകത്ത് വരുന്നൊരു കാര്യം കൂടിയുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ മാർത്തയും മറിയയും കൂടി ലെറ്റർ എഴുതി. ആർക്ക്? യേശുവിന്. ആമേൻ. ചേച്ചി അനിയത്തിയും കൂടി പറഞ്ഞു, ചേച്ചി നമ്മുടെ പാസ്റ്റപ്പച്ചൻ എഴുത്തെഴുത്. എന്തെഴുതണം? നമ്മുടെ സഹോദരൻ ദീനമായി കിടക്കുന്നു. ആമേൻ. അസുഖം അല്പം കലശലായിക്കൊണ്ടിരിക്കുക. ആമേൻ, വേഗം വരണം. ലെറ്റർ കിട്ടി. യേശു വായിച്ചു. ശിഷ്യന്മാരുടെ നടുവിൽ വെച്ചാ വായിച്ചത്. ലാസർ ദീനമായി കിടക്കുന്നു. സഹോദരന്മാർ ലെറ്റർ വിട്ടിരിക്കുന്നു. യേശു അവിടെ തന്നെ ഇരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലെറ്റർ വന്നിരിക്കുന്നു. യേശുപ്പച്ച, ഞങ്ങളുടെ സഹോദരൻ ലാസർ മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും എഴുന്നേൽക്ക്, നമുക്ക് ലാസറിനെ ഉണർത്താൻ പോകാം. ലാസറിന്റെ കല്ലറവാതിക്കൽ എത്തുന്നതിന് മുമ്പ് ലാസറിന്റെ ഭവനം ലക്ഷ്യമാക്കി യേശു നടന്നു വരുമ്പോൾ മാർത്തയും മറിയയിലും ഒരാൾ ഓടിച്ചെന്ന്
യേശുവിൻ്റെ കാൽക്ക് വീണ്ടും വന്ന്, ഗുരു അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. എന്നിട്ട് അവൾ വീണ്ടും പറയുന്നു, അങ്ങ് ഇപ്പോഴും പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് അങ്ങേക്ക് തരുമെന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മുടെ വീട്ടിലാണ് യേശു ആ 4-ാം ദിവസം വന്നിരുന്നതെങ്കിൽ ചാണാങ്കലക്കി ഒഴിച്ചേനെ. സത്യമായിട്ട് ഞാൻ പറയാം, സത്യമായിട്ട് പറയാം. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലെറ്റർ എഴുതിയ പുള്ളിക്കാരന് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഫുഡ് അടിച്ച് പ്രസംഗം കഴിഞ്ഞ് അവൻ ഫുഡ് മടിച്ച് കയറി കിടന്ന് ഉറങ്ങി വിശ്രമിച്ചിട്ട് പോകുന്ന എൻ്റെ വീടായിരുന്നു ബെഥാന്യ എന്ന് പറയുന്നത്. യേശു എന്നും കയറുന്ന വീടാ. എപ്പോൾ ബെഥാന്യ വന്നാലും എൻ്റെ വീട്ടിൽ വന്നാ കിടക്കുന്നത്. എന്നിട്ട് എനിക്കൊരാവശ്യം വന്നിട്ട് യേശു മൈൻഡ് പോലും ചെയ്തില്ല, നമ്മളെ പരിസരത്തോട്ട് പോകത്തില്ല. പക്ഷെ മാർത്തയും മറിയം അങ്ങനെയില്ല. ഒരുത്തി വന്നിട്ട് പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്. അവൾ ഓടി ചെന്നിട്ട് പറയുന്നു, ഗുരു എവിടെ, ഗുരു എവിടെ, ഗുരു എവിടെ? നമ്മളാണെ പറയും അവൻ ഗുരു പോയി. പിന്നെ ഗുരു ഈ അവസ്ഥയിലായിട്ടും തിരിഞ്ഞു വെക്കാത്ത പുള്ളിനെ ഗുരുവെന്നൊന്നും വിളിക്കരുത്. പക്ഷെ അവരങ്ങനെയല്ല. അവർക്കറിയാം താമസിച്ചാലും മറുപടി തരാൻ കഴിവുള്ളവനായി നിൽക്കുന്നത്. രാമൻ പറഞ്ഞേ, അല്പം ലേറ്റായി പോയാലും അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാ എൻ്റെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്നത്. താമസിച്ചു പോയെന്ന് കരുതി അത്ഭുതം നിന്നുപോയവനല്ല. അത്ഭുതത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു തിരശീല വീണവനല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നലെ അത്ഭുതം ചെയ്തവന് ഇന്നും അത്ഭുതം ചെയ്യാൻ കഴിയോ? ഇന്ന് അത്ഭുതം ചെയ്തവന് നാളെയും അത്ഭുതം ചെയ്യാൻ കഴിയോ? കാരണം യേശുവിനെ കുറിച്ച് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു പറ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഓ, അതിലൊന്ന് നിലത്ത് വീഴുന്നെങ്കിൽ എന്റെ പിതാവ് സമ്മതിക്കാതെ, എല്ലാവരും എന്ന വാക്യം ഒന്ന് പറഞ്ഞേ, അതിലൊന്ന് നിലത്ത് വീഴുന്നെങ്കിൽ പിതാവ് എന്റെ ദൈവം സമ്മതിക്കാതെ, എന്റെ ദൈവം സമ്മതിക്കാതെ. ആമേൻ. 191 സങ്കീർത്തനം വായിച്ചു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. 116 സങ്കീർത്തനം 15-ാമത്തെ വാക്യം. 116, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. വായിച്ചോ, തന്റെ യഹോവേ. ആമേൻ. 116:15 വായിച്ചോ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. ഇതും ദൈവത്തിന്റെ വാഗ്ദത്തമാണ് കേട്ടോ. നിലത്ത് വീഴണമെങ്കിൽ പിതാവ് സമ്മതിക്കണം. ദൈവാക്യം കേട്ടോ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് എന്താണ്? യെശയ്യാ 49:16 ഒരു വാഗ്ദത്തമുണ്ട്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുക. യെശയ്യാവിന്റെ പ്രവചനം 49:16. ഇട്ടമോനെ, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറ, ഈ വചനം നമുക്കൊന്ന് കുറിച്ചെടുത്തോ, വിവരിക്കാൻ സമയമില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയൊന്ന് നീട്ടിയൊന്ന് പറഞ്ഞേ, എന്നെ എൻ്റെ ദൈവം ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. അടുത്ത വാക്യം, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആമേൻ. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നാം ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ വരക്കപ്പെട്ടവരാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യം. 12:32. ലൂക്കോസ് 12:32. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ചെറിയാട്ടിൻകൂട്ടമേ എന്ത് ചെയ്യണ്ട? ഭയപ്പെടരുത്. പിന്നെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകാൻ എന്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശേഷതയുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ കഴിവുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്ലാനിനകത്തുപ്പെട്ടവരാണ്. തീർന്നില്ല. യോഹന്നാൻ 13:1 ഒരു വാക്യമുണ്ട്. ആമേൻ. പെസഹ പെരുന്നാളിന് മുൻപ് എന്ന വാക്യം വായിച്ചേ. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ യേശു ചെയ്ത കാര്യം എന്നാ? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ എവിടത്തോളം? അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കണ്ടോ? അവസാനത്തോളം സ്നേഹിക്കുന്നൊരു ദൈവം അവന്റെ ഹിതം കൂടാതെ നിലത്ത് വീഴാനും സമ്മതിക്കില്ല. 2 വാക്യങ്ങളൂടി വായിക്കണം. അവൻ യോഹന്നാൻ 17:24.
ആ, എന്നെ സ്നേഹിച്ചിരിക്കുക പിതാവേ നീ ലോക സ്ഥാപനത്തിനു മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ആ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവരെ തള്ളിക്കളയാൻ എനിക്കിഷ്ടമില്ല. അവർ പോയ വഴി പോട്ടെ എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് അവരെ കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് അവരെയും ഇരുത്തണം. വീഴാൻ സമ്മതിക്കാതെ, തളർന്നു പോകാൻ സമ്മതിക്കാതെ, ഞാനിരിക്കുന്നിടത്ത് അവരെയും കൊണ്ടുപോയി ഇരുത്തണം. ഞാൻ അവസാനം ആ വാക്യം ഒന്നുകൂടി പറയുന്നു. അവൻ ആ കുരുകിൽ, അതെങ്കിൽ ആ വെള്ളിക്കാശിന് കിട്ടുന്ന ഒരു കാശിന് കിട്ടുന്ന 2 കുരുകിൽ ഒന്ന് നിലത്ത് വീഴുന്നെങ്കിൽ സ്വർഗീയ പിതാവ് സമ്മതിക്കാതെ അത് സംഭവിക്കുകയില്ല. നിങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ പ്ലാനിൽ നിങ്ങൾ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം സമ്മതിക്കാതെ നിങ്ങൾ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരാൻ ദൈവം അനുവദിക്കയില്ല. ദൈവം സമ്മതിക്കാതെ നിങ്ങൾക്കൊരു പരാജയം വരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. കരമുയർത്തി കർത്താവിന് നല്ലവണ്ണമെന്ന് സ്തോത്രം ചെയ്യുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അവൻ ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവസന്നിധിയിൽ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നവനുമായ യോബിന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ കൂട്ടുകാരും ആശ്വസിപ്പിക്കാൻ വന്നവരുമെല്ലാം തുടക്കം നല്ല വാക്കുകൾ പറഞ്ഞു. ഒടുവിൽ അവർ പറഞ്ഞു, നിനക്കിന്ന് വന്ന് ഭവിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിലെ പ്രശ്നമാണ്, നിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് യോബിന്റെ മുഖത്ത് നോക്കി അവർ വെല്ലുവിളിക്കുമ്പോൾ യോബിന് പറയാൻ ഒന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എന്നിൽ എൻ്റെ ദൈവം ഒന്നും അനുവദിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവൻ നന്മ തന്ന ദൈവം തിന്മയും കൂടി അനുഭവിപ്പാൻ ദൈവം സമ്മതിച്ചാൽ അതിന്റെ സമാപ്തി എന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കുന്നത് നിരാശയിലല്ല, ഒരനുഗ്രഹത്തിലേക്കാണ്. കാരണം എൻ്റെ ദൈവം സമ്മതിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥം വരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. പൗലോസിനും പറയാനുണ്ട്. പൗലോസ് പറയും, ഞാൻ കയറിയ കപ്പലിലെ ഈ കൊടുങ്കാറ്റും ഈ ഈശാന മൂലനും അവൻ ഈ തെക്കൻ കാറ്റും ഈ അവൻ പ്രശ്നമെല്ലാം എനിക്കെതിരെ ഉണ്ടായതിന്റെ പിന്നിൽ എനിക്കൊരു കാര്യം അറിയാം. ഇതിനപ്പുറത്തൊരു മെലീത്തയുണ്ട്. ആ മെലീത്തയിൽ ഒരത്ഭുതമുണ്ട്. ആ മെലീത്തയിൽ ചില വിടുതലുകൾ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട ദൈവമൈതലേ, ചില സ്ഥലത്ത് ചില വീഴ്ചകൾ, ചില താഴ്ചകൾ, ചില വേദനകൾ നിനക്കുണ്ടാകുമ്പോൾ ദൈവം അനുവദിക്കാതെ ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മതിക്കത്തില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേര് പറയും, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവനാണ്? പ്ലീസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവനാണ്. ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ തന്നെ ആത്മാർത്ഥമായി യേശുവിനെ നോക്കിക്കൊണ്ട് പറയണം, ഞാൻ ആ കുരുകിലിനേക്കാൾ വിശേഷതയേറിയവനാണ്.